ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചുമ ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വോയിസ് കൊടുത്തു, എല്ലാം ചെയ്തു. വീഡിയോ പബ്ലിക്കാക്കി, പബ്ലിക്കല്ല, അൺഇൻസ്റ്റഡ് ആക്കിയിട്ടു. പക്ഷെ അത് ഇടാൻ പറ്റണില്ല കേട്ടോ. ഇതേപോലെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കമൻറ്റ് വരികയാണെങ്കിൽ അത് ഇടാൻ പറ്റില്ല, റിമൂവായി പോവാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ വെച്ചിങ്ങനെ കുഞ്ഞോളനെ കാട്ടി വയ്യാണ്ട് കിടക്കുന്നതും പിന്നെ പനി എന്തോ നോക്കണതും ഒക്കെ കാണിച്ചു. അപ്പോൾ അത് കാരണം കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തത്. അത് കാരണം ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഇരിക്കുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തു എന്നറിയുന്നു. എന്നിട്ട് ഇടാൻ പറ്റാത്ത കാരണം ഭയങ്കര ടെൻഷനായി, വിഷമമായി. നേരെ വിളിച്ചാൽ തന്നെ ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങൾ പറയണ്ടേ. അതാ ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ഇവൾക്ക് സ്കൂളിലേക്ക് ഇനി ഒരു മുട്ട പൊരിച്ച് കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചട്നി അരിക്കണം, അതൊക്കെ വേഗമാവുമല്ലോ. അവളോട് ടൈം ടേബിൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ടുണ്ടാവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണില്ല, ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാ. അപ്പോൾ അതൊക്കെ എന്നിട്ട് വീഡിയോ ഇടാഞ്ഞത്. വീഡിയോ ഒക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ ഒക്കെ വോയിസൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്, പക്ഷെ അത് ഇടാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവളൊക്കെ കുറവായി. ഇന്നലെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും കഴിക്കണില്ല, ഛർദി അതൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി, കുറേശ്ശെ ഭക്ഷണം കഴിച്ച് വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണാട്ടാ, അതൊക്കെ ഒന്ന് മാറണം. അത്രക്കല്ലേ ഉള്ളൂ. അതാണ് കൂടുതൽ ആശുപത്രിയിലൊക്കെ പോയി ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പോയി. പക്ഷെ നല്ല തിരക്ക് ആശുപത്രിയിൽ, ഭയങ്കര പൂരത്തിൻ്റെ ജനം, ആടൊന്നും ഒഴിവില്ല. അപ്പോൾ മരുന്ന് കൊടുത്തു, പനി കുറയാനുള്ള മരുന്നൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അതൊക്കെയാണ് വീഡിയോ ഇടാത്ത കാരണം. പിന്നെ ഒരു മൂഡില്ല, വീഡിയോ എടുക്കാനും ഒരു ഇതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. വീട്ടിൽ സമാധാനമൊക്കെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഇടുക. എന്താ ആലോചിച്ചൊക്കെ. അതാട്ടാ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെന്താ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതൽ പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ മക്കൾക്ക് സമയമായിട്ടുണ്ട്. അവൾ ഉറങ്ങാട്ടെ, കുഞ്ഞോള് നല്ല ഉറക്കമാണ്. അപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഭേദമായി വരുന്നുണ്ട്. എൻ്റെയൊക്കെ മാറി, ഇപ്പോൾ ഒരു ചെറിയ ചുമ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ എൻ്റെ മോളെ. എനിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ, ഇവിടെ അകത്തെ കാര്യമൊന്നും നടക്കില്ല. അപ്പം അങ്ങനെ. പിന്നെ എന്താ പറയുക, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ സുഖത്തോടെ പോകാൻ പറ്റില്ലല്ലോ. പരീക്ഷണങ്ങൾ നേരിട്ട്, അതല്ലേ ഒരു ജീവിതമല്ലേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോവല്ലേ അതിനാ ജീവിതത്തിനൊരു സുഖമുള്ളൂ അല്ലേ. അതിപ്പോൾ എല്ലാവർക്കും ആയാലും ഉണ്ടാവും, പാവപ്പെട്ട ആൾക്കാർക്കായാലും അതെ, ഒരുപാട് കാശുള്ള ആൾക്കാർക്ക് ആയാലും അതെ, അതിൻ്റേതായ പ്രയാസങ്ങളും അവർക്കുണ്ടാവും. അതാണ്. അപ്പോൾ അതെന്തിനാ തരുന്ന വെച്ചാൽ പഠിച്ചോനെ മറക്കാതിരിക്കാനാണ്. നമ്മൾക്ക് എല്ലാ സുഖം സന്തോഷം സൗകര്യമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാനെ മറന്നു പോവില്ലേ. അപ്പോൾ ആ ഒരു മറവി പാടില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് തരുന്നതാട്ടോ. ആ സമയത്ത് നമ്മൾ ഉരുകി വിളിക്കും അല്ലേ. അപ്പോൾ ഞാനങ്ങനൊന്നുമില്ല കേട്ടോ, ഞാൻ നന്നായി വിളിക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവരോടാണ് പഠിച്ച ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവരെ സ്കൂളിൽ പറഞ്ഞേക്കണം. കുഞ്ഞോളേനൊന്നും ഉഷാറായിട്ടാണ് പറഞ്ഞേക്കുള്ളൂ കേട്ടോ. നേരം വിളിച്ചാകുമ്പോൾ ഓറഞ്ച് ഇരുന്ന് തിന്നു നോക്ക്, പല്ലിച്ച് മുറിയിട്ട് ഓറഞ്ച് കഴിക്കുക. ഇവർ ഐസ്ക്രീം കുറച്ചങ്ങോട്ട് കയറ്റി, അതാണ് ഇപ്പോൾ വരാൻ കാരണം. കുറച്ചൊന്നുമില്ല, അടുപ്പിച്ച് ഐസ്ക്രീം തന്നെയായിരുന്നു. ഓറഞ്ച് നല്ലതാ തിന്നോ, ഐസ്ക്രീം അല്ലല്ലോ. മിഠായി ഓരോ ഡയറി മിൽക്കൊക്കെ മേടിച്ച് വന്നിട്ട് തിന്നണം. അത് ഫ്രിഡ്ജിൽ വെച്ച് തണവോടക്കനെ കഴിച്ചിട്ട് കിട്ടിയ മിഠായി അപ്പോൾ ഇക്കും കിട്ടി. ഇക്കച്ച ഇവിടെ അരിക്ക് ജലദോഷം വന്നാൽ അപ്പം എനിക്ക് പകരും, ഇക്കാക്കില്ല കേട്ടോ സമാധാനം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. കാര്യങ്ങൾ പറയണ്ടേ, എന്താ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. കുറച്ച് പേരെങ്കിലും ഇന്നെ വെയിറ്റ് ചെയ്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടേക്ക് പറയണ്ടേ.
ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണില്ല, ആരും ലൈക്ക് ചെയ്യണില്ല. എന്ത് ലൈക്ക് ചെയ്യാത്ത അതുമ്മ കൊണ്ടുപോയി കുത്തു കൊടുക്കത്ര പാടുണ്ട് അല്ലേ? ആരും ലൈക്ക് ചെയ്യില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെന്താണ്, ഇനി നാടിയിട്ട് ഇന്ന് ശരിയാവില്ല. സമയം 7:30. 8:30 ഉള്ളിൽ വണ്ടി വരും, സ്കൂൾ വണ്ടി വരും. പിന്നെ പൈസയ്ക്ക് പിന്നെ കുഴപ്പമില്ല. ഇവിടെ അടുത്ത സ്കൂൾ മണ്ണലത്രയിൽ അവന് 10 മണിക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാം. ഒക്കെ ഇൻഷാല്ലാ അതുപോലെയൊക്കെ ഉൾപ്പെടുത്തുക. എല്ലാവരും എല്ലാവർക്കും ഉണ്ട്, എല്ലായിടത്തും അസുഖങ്ങളാണ്. അപ്പോൾ എല്ലാവരും വയ്യായി മാറ്റി കൊടുക്കട്ടെ, ഭേദാക്കി കൊടുക്കട്ടെ, ഉഷാറാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മഴച്ചാറൊന്നും ആരും കൊള്ളരുത്. മഴ കൊണ്ടാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക, ശരീരം നോക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്പം അടുത്ത് നല്ല തീരെ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതിട്ടോ. നല്ല തിരക്കുണ്ട്, പല അസുഖങ്ങളായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നന്നായിട്ട് തീരെ പറ്റില്ല എന്നാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ആവി പിടിക്കുക, വിക്സ് തേക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അസുഖം മാറ്റാൻ നോക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട്, നാളത്തെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ നല്ല വിശേഷങ്ങൾ. ഇന്ന് ഞാനിപ്പോൾ ഇതാ കാര്യം പറയാൻ വന്നതാട്ടോ. എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ല വിശേഷങ്ങളൊക്കെ കാണാം. നാളെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.